കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വൈകുന്നേരം ഞാനൊരു കാശിക്കുട്ടനെ കഴിക്കാൻ കൊഴുക്കട്ട ഉണ്ടാക്കുവാണ്. അപ്പം കാശിക്കുട്ടന് ഏത്തപ്പഴം കഴിക്കാൻ ഭയങ്കര മടിയായി. ഇപ്പം നേരത്തെയൊക്കെ ഏത്തപ്പഴം നമ്മൾ കൊടുത്താൽ കഴിച്ചോളുമായിരുന്നു, ഇപ്പോൾ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊരു വീഡിയോ കണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ട് എത്ര പഴം വേണേലും നമുക്ക് എടുക്കാം, ഏത്തപ്പഴമൊന്നുമില്ല, ഇന്ന പഴം വേണേലും എടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്, കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് അരിപ്പൊടി. അപ്പം നമുക്ക് ഒരു ഏത്തപ്പഴവും ഞാൻ എടുത്തതുണ്ട്, അരിഞ്ഞ് മിക്സിയുടെ ജാറിലോട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഏത്തപ്പഴമാണേ, അപ്പോൾ അതെടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ശകലം തേങ്ങയും പഞ്ചസാരയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കര ഉള്ളവർക്ക് വേണേൽ ശർക്കര ചേർക്കാം കേട്ടോ, ഇവിടെ ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര ചേർക്കും. അപ്പോൾ നമുക്കിനി ആ മിക്സി ജാറിലെ പഴം ഒന്ന് അരച്ചെടുക്കണം. എന്നിട്ട് ഈ അരിപ്പൊടിക്കകത്തോട്ട് അതുകൂടെ ഇട്ട് നമുക്കെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ ബോളുകളാക്കി ഇഡലി തട്ടി വെച്ച് ആവി കയറ്റി എടുക്കാം കേട്ടോ. അപ്പോൾ ഇഡലി പാത്രം ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നേ, ചെറിയ തീയിൽ ഞാൻ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഒന്ന് അരച്ചെടുക്കട്ടെ. അരച്ചെടുക്കട്ടെ. ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ അരിപ്പൊടിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണേ. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. തേങ്ങയും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഞാൻ കയ്യും വെച്ചാണ് കേട്ടോ കുഴയ്ക്കുന്നത്. സ്പൂണോ തവിയോ വെച്ച് കുഴയ്ക്കുന്നവർക്ക് അങ്ങനെയും കുഴയ്ക്കാം കേട്ടോ. വെള്ളം കൊടുത്ത് കുഴയ്ക്കാവേ. ഇപ്പോൾ ഈ ഏത്തപ്പഴമോ അല്ലെങ്കിൽ ഈ അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്നതൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ അവർ കഴിക്കും ചിലപ്പം കേട്ടോ. എല്ലാവരും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണേ. അപ്പം ഞാനിതുപോലെ കാശിക്കുട്ടൻ ഏത്തപ്പഴം നേരത്തെ കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, ഇപ്പോൾ ഏത്തപ്പഴം കഴിക്കുന്നേ ഇല്ല. അപ്പം കഴിക്കാൻ കൊടുക്കുമ്പോഴത്തേക്ക് പുള്ളി ഒരു 2 കടിച്ചിട്ട് കൊണ്ടുവന്ന് ബാക്കി കൊണ്ടുവന്ന് തിരിച്ചു തരും. അപ്പം ഞാൻ ഓർത്തെന്നാൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാനൊന്ന് ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അപ്പോൾ പുള്ളി അന്ന് ഞാൻ ശകലം എടുത്ത് ഉണ്ടാക്കിയുള്ളായിരുന്നേ.
ഇപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ തീറ്റിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ദേ ഞാനത് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി അത് ചെറിയ ബോളുകളായിട്ട് ഉരുട്ടി ഇഡലി തട്ടിൽ വെച്ച് ആവി കയറ്റി സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പോലെ. എന്തേ ഈ തട്ട് ഞാൻ ഇഡലി തട്ടിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇഡലി പാത്രത്തിൽ ഇതോടെ വരും. കാശിക്കൂട്ടൻ വന്ന് കൈ നീട്ടുന്നതാണോ? അവന് ഇതുപോലെ ഉരുള ഉരുട്ടാണ്. ശരി, TV കാണുന്നിടത്ത് പോയിരുന്നു. അതേ നമ്മുടെ ഈ തട്ടും കൂടെ വെച്ച് കൊടുക്കുവാണേ. നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാവേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുഞ്ഞുങ്ങൾ കഴിക്കും. എളുപ്പം ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ അരിപ്പൊടി എടുക്കുക. പഴം അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് പഴം എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ഏത്തപ്പഴമേ എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തു. അപ്പോൾ നമ്മൾ പഴം എടുക്കുന്നതിനനുസരിച്ച് അരിപ്പൊടി നമുക്ക് നനയ്ക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഇന്നപ്പോൾ ഒരു പഴവേ എടുത്തത് കൊണ്ട് അരിപ്പൊടി എനിക്ക് ശകലം വെള്ളം കൂടി ഒഴിച്ച് നനയ്ക്കേണ്ടി വന്നു. നമ്മൾ ആ പഴം 2 പഴമൊക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ പഴത്തിൻ്റെ ആ നനവ് ഇതുകൊണ്ട് തന്നെ അരിപ്പൊടി നനച്ചെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ തേങ്ങയും പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് ശർക്കര ചേർത്ത് കൊടുക്കുന്നവരും ഉണ്ട്. പിന്നെ ഏലക്ക ചേർത്ത് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങയും പഞ്ചസാരയും ഏത്തപ്പഴം കുറച്ച് അരിപ്പൊടി എടുത്ത് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുഞ്ഞുങ്ങളെയൊക്കെ കഴിപ്പിക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. റെസിപ്പി കൊള്ളായിരുന്നോ, എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യമേ. ഇതേ ചായ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആവശ്യമെടുക്കണേ. ചായ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടെ ആവിയിൽ വെന്ത് കഴിഞ്ഞിട്ട് വേണം കാശിക്കുട്ടനെ എനിക്ക് കഴിക്കാൻ.
പിന്നെന്നാ, പിന്നെ നിങ്ങളും ഇതുപോലത്തെ റെസിപ്പികളൊക്കെ അറിയാവുന്നവരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇതുപോലത്തെ തന്നെ റെസിപ്പികൾ വേറെ അറിയാവുന്നവരാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഇവിടെ ആണെങ്കിൽ കാശിക്കുട്ടനെ നേരത്തെ പോലെ ഫുഡ് കഴിപ്പിക്കാൻ പറ്റത്തില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ കൊടുത്താൽ കഴിച്ചോളുമായിരുന്നു. ഇപ്പോൾ കഴിപ്പിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനത്തെ ടിപ്സൊക്കെ അറിയാമെങ്കിൽ നമുക്ക് കഴിപ്പിക്കാൻ എളുപ്പമല്ലേ. അപ്പോൾ അതുകൊണ്ട് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നാളെ ഞങ്ങളുടെ വെഡ്ഡിങ്ങിൻ്റെ കല്യാണ ആൽബത്തിൻ്റെ വെച്ചൊരു വ്ലോഗ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നാളെ അത് കാണണം. നാളെ മറക്കാതെ എല്ലാവരും അത് കാണണേ. അപ്പം എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഇതിനകത്തിൽ ഞാൻ പറയുന്നതിലോ അല്ലെങ്കിൽ ചെയ്യുന്നതിലോ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. അതനുസരിച്ച് ഞാൻ വീഡിയോ ഇടാം. മുന്നോട്ട് നല്ല രീതിയിൽ വീഡിയോസൊക്കെ ഇടാം. അപ്പം എനിക്ക് തോന്നുന്നു നേരത്തെ ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ വീഡിയോ ഇടുന്നതിനെ ഇത് വെച്ചിട്ട് ഇപ്പം വീഡിയോസ് ഇടുന്നതിനൊക്കെ കമൻറ്റൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഇടുന്നതിന് കമൻറ്റൊക്കെ വളരെ കുറവായിരുന്നു വരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഡലിയും പോട്ടെ, നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇഡലി പാത്രം കണ്ടോട്ടോ ഇഡലി എന്ന് പറഞ്ഞേ. റെഡി ആവുന്നുണ്ട്. കാശിക്കുട്ടൻ ഞാനിവിടെ എല്ലാം അടുക്കി പറക്കി എല്ലാം ഒതുക്കി ഇടും കേട്ടോ. കാശിക്കുട്ടൻ ഇങ്ങോട്ട് നോക്കി കാണിക്കുന്നേ. ഇപ്പം ഞാൻ അരിമാവ് എടുത്ത് അരച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരാൾ വന്ന് കാണിക്കുന്നുണ്ടോ, ചപ്പാത്തി പലക എടുത്തിട്ട് ആ അരിമാവ് കൊണ്ടുവന്ന് അരയ്ക്കുന്ന കേട്ടോ. അതേ വെച്ച് പരത്തുക. ഇങ്ങനത്തെ പണിയൊക്കെയാണ് കാശിക്കുട്ടൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതെല്ലാം ഇനിയിപ്പോൾ ഞാനിതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒന്നും കൂടെ എല്ലാം അവിടെ എല്ലാം തൂത്ത് എല്ലാ കളിപ്പാട്ടവും എല്ലാം പറക്കി ഒതുക്കിയെടുത്ത് വെക്കണം. അപ്പം ദേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.